കൊച്ചി നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനാണ് ഈ പരാതിക്ക് FIR ഇട്ടതെന്ന് പറയുന്നു. എന്തായാലും കൊച്ചി പോലീസ് സ്റ്റേഷനിൽ നെടുമ്പാശ്ശേരിയിൽ പോയി നമ്മളൊന്ന് അന്വേഷിച്ചു. നമ്മുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് നെടുമ്പാശ്ശേരിയിൽ നിന്നും തത്സമയം ചേരുന്നു. വിഷ്ണു, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിച്ചപ്പോൾ പോലീസുകാരെന്താണ് പറയുന്നത്? ഈ തട്ടിപ്പുകാരൻ്റെ വിശദാംശങ്ങൾ എന്താണ് അവിടെ? 2025 ഫെബ്രുവരി 17 ഒരു പരാതി, ഒരു മൊഴി നൽകി. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും, ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു FIR ഇട്ടു. അതിനപ്പുറത്തേക്ക് ഒരു പടി പോലും ഈ കേസിന്റെ അന്വേഷണവുമായി പോലീസ് പോയിട്ടില്ല. പോലീസ് പറയുന്നത് ഈ മർദ്ദിച്ചു എന്ന് പറയുന്നതാണ് അവരൊരു ക്രൈമായി എടുത്തിട്ടുള്ളത്. അത് 2018 നടന്നിട്ടുള്ളതെന്ന് പരാതിക്കാരൻ തന്നെ പറയുന്നുണ്ട്. 2018 നടന്ന സംഭവത്തിൽ പരാതി നൽകുന്നത് 2025 എന്നിട്ടും പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് ഈ പരാതിയിൽ പറയുന്ന ഫ്ലോറ ഹോട്ടലിൽ പരിശോധന നടത്തി. അവിടുത്തെ ഹോട്ടൽ അധികൃതരുമായി സംസാരിച്ചു. അവർ പറയുന്നത് 2018 CCTVയും അതോടൊപ്പം തന്നെ അവിടുത്തെ രജിസ്റ്ററും അവരുടെ പക്കലില്ല എന്ന് ഔദ്യോഗികമായി എഴുതി നൽകിയിട്ടുണ്ട്. അതോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ലഭ്യമായിട്ടില്ല. പിന്നെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ പറഞ്ഞ പശ്ചാത്തലത്തിൽ അതിന്റെ വിവരങ്ങൾ ഈ പോലീസ് പരാതിക്കാരനോട് ആവശ്യപ്പെട്ടിരുന്നു. 1-2 തവണയല്ല, 3 തവണയാണ് ഇമെയിൽ മുഖേനയും നോട്ടീസായും ഒക്കെ പരാതിക്കാരനെ സമീപിച്ചത് പോലീസ്. പക്ഷേ ഒരു മറുപടി പോലും മെയിലായി പോലും നൽകിയിട്ടില്ല. ബാങ്ക് രേഖകൾ പോലും നൽകാൻ പരാതിക്കാരൻ തയ്യാറായില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഈ 2ാം മാസം എടുത്ത FIR ഇപ്പോൾ 11ാം മാസമാകുന്നു. ആ FIRൽ മുന്നോട്ട് പോകാനായിട്ട് പോലീസ് സാധിക്കാത്തത് ഒരു തെളിവുകളും ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ്. അതായത് ഇതിന് എത്രത്തോളം ഗൗരവമുണ്ട് എന്ന് അതിൽ നിന്ന് തന്നെ പോലീസ് എത്രത്തോളം ഗൗരവം അതിന് നൽകുന്നുണ്ട്, അതിൻ്റെ ഒരു ജെന്യൂനിറ്റി എത്രത്തോളമാണ് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാകും, അതിൻ്റെ ഒരു വ്യാജ സ്വഭാവമൊക്കെ. ആ പശ്ചാത്തലത്തിലാണ് പോലീസ് ഒരടി പോലും മുന്നോട്ട് പോകാത്തത്. ഇനിയിപ്പോൾ ഒരുപക്ഷെ കോഷ് ചെയ്യാനായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട് മറ്റ് തെളിവുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ എതിർപ്പടക്കമുള്ള നടപടികളൊക്കെ കോടതി തള്ളിക്കളയാനുള്ള സാധ്യതയാണുള്ളത്. ഒരു തെളിവും ഇതുവരെ ഹാജരാക്കാനായിട്ട് ഈ പരാതിക്കാരന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസ് എവിടെയാണ് തുടങ്ങിയത് അവിടെ ഒതുങ്ങി നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു പടി പോലും പോയിട്ടില്ല. ഒരു മൊഴി ലഭിക്കുമ്പോൾ സ്വാഭാവികമായി FIR ഇടുക അതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്. എന്നാൽ അതിലൊരു അന്വേഷണം നടത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ പരാതിക്കാരൻ ഒരു തെളിവും കൈമാറിയിട്ടില്ല. മർദ്ദനം നടന്നു എന്ന് പറയുന്നതൊക്കെ പോലീസ് നമ്മൾ പ്രാഥമികമായി സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം അവിടെ രജിസ്റ്ററോ CCTVയോ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ അത് തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇതൊരു പരാതി മാത്രമായി നിലനിൽക്കുന്നു. ഒരു FIR ഇട്ടു എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതിനൊരു വ്യാജ സ്വഭാവമുണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. ഓക്കെ, വിഷ്ണു സുരേഷാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും തത്സമയം ചേർന്നത്. ഈ പോലീസ് സ്റ്റേഷനാണ് FIR ഇട്ടു എന്ന് പറയുന്നത്. 2000 കോടിയുടെ തട്ടിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.